നാളിതുവരെ CPM-ന് വലിയൊരു തരത്തിൽ എതിരില്ലാത്ത ഒരു കോർപ്പറേഷൻ ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. എങ്കിലും ഇത്തവണത്തെ മത്സരം CPM-ന് ഒരാശ്വാസവും നൽകുന്നില്ല. ഇതുവരെ കോർപ്പറേഷനിൽ CPM-ന് വൻ തോൽവി വരാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സർവേകളെല്ലാം. അതിനൊറ്റ കാരണം മതി, നേമം സഹകരണ ബാങ്കിലെ അഴിമതി എന്നുള്ളതാണ്. BJP-യെ അലട്ടുന്നത് നിരവധി കൗൺസിലർമാർ അടക്കമുള്ള നേതാക്കന്മാരുടെ ആത്മഹത്യയാണെങ്കിൽ CPM-നെ അലട്ടുന്നത് ഒട്ടനവധി അഴിമതികളും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന മേയറിൻ്റെ അഹങ്കാരം നിറഞ്ഞ ഭരണവും അഴിമതി നിറഞ്ഞ ഭരണവും തന്നെയാണ്. അതാണ് CPM ഭയന്നു തുടങ്ങിയത്. അതിൽ പ്രധാനം നേമം ബാങ്കിലെ അഴിമതി തന്നെയാണ്. അതായത് CPM ഭരണസമിതി 100 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് പരാതിയുള്ള തിരുവനന്തപുരത്തെ നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡും നടന്നിരിക്കുകയാണ്. അതിലും വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ED സംഘം ബാങ്കിൽ പരിശോധന നടത്തിയപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന തെളിവുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നെ വെട്ടിലാക്കിയ ബാങ്ക് അഴിമതിയിൽ ഇപ്പോൾ അവരുടെ പരാജയം തന്നെയാണ് തുറച്ചു നോക്കുന്നത്. പ്രദേശത്ത് നാളുകളായി നിക്ഷേപ കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തി വരുന്നതിനിടയിലാണ് ED കയറുകയും വലിയ ക്രമക്കേട് കണ്ടെത്തുകയും അത് ആ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന R പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലായിരിക്കുകയാണ്. 34.5 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും 15.5 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി തന്നെ കണ്ടെത്തുകയായിരുന്നു. അതിനർത്ഥം മുഴുവനായും തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം CPM-ന്റെ നേതൃത്വത്തിൽ ആ ബാങ്കിനുള്ളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പാവപ്പെട്ട നേമം നിവാസികളുടെ പണം അവിടെ അപഹരിക്കപ്പെട്ടപ്പോൾ അവർ CPM-ന് വോട്ട് ചെയ്യുമെന്ന് ഒരിക്കലും കരുതുന്നില്ല CPM നേതൃത്വം തന്നെ. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10.25 കോടി രൂപ മാത്രമാണ്. ഇതിൽ 4.25 കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ. മുൻ സെക്രട്ടറിമാരായ S ബാലചന്ദ്രൻ നായർ 20.25 കോടി രൂപയുടെയും AR രാജേന്ദ്രകുമാർ 31.5 കോടി രൂപയുടെയും S സന്ധ്യ 10.25 കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തി എന്നായിരുന്നു കണ്ടെത്തൽ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം വരുത്തിയ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. അതായത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, CPM-ന്റെ ആളുകൾ തന്നെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അവരെല്ലാം ചേർന്ന് കട്ടുമുടിച്ചത് ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ 100 കോടിയോളം രൂപയാണ്. അങ്ങനെ വരുമ്പോൾ ആയിരക്കണക്കിന് പേർ അംഗങ്ങളായിട്ടുള്ള ആ ഭരണസമിതിയിൽ അല്ലെങ്കിൽ ആ ബാങ്കിൽ നിന്ന് ഒരൊറ്റൊരാളുടെ വോട്ട് പോലും CPM-ന് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. പല ഭരണസമിതി അംഗങ്ങളും 3 കോടിയോളം രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന കണക്കാണ് പറയുന്നത്. ഇത് പാവങ്ങളുടെ പണമാണ്. നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പ അനുവദിക്കുകയും ചെയ്തതാണ് വലിയ ബാധ്യത ഉണ്ടാക്കിയത്. അതെല്ലാം ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചിരിക്കുകയാണിപ്പോൾ. അതായത് ആകെയുള്ള 101 സീറ്റിൽ ഇപ്പോൾ CPM-ന് 52 സീറ്റുകൾ ഉണ്ട്, കേവല ഭൂരിപക്ഷവും ഉണ്ട്. അത് 40 വരെ എത്തുമെന്നുള്ളത് സർവേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ നേമം ഭാഗത്തു നിന്ന് ചില്ലറ വോട്ടുകൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും CPM-നുണ്ട്. എങ്കിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ പല വാർഡുകളിലും CPM തോറ്റു തുന്നം പാടാനുള്ള സാധ്യതകൾ ഏറിയേറി വരികയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേമം ബാങ്കിലെ അഴിമതി തന്നെയാണ് എന്നുറപ്പിക്കുകയാണ് CPM നേതൃത്വം തന്നെ.